നമുക്കേ ഒരു ആഭ്യന്തര യാത്ര പോവാം. ഇന്ത്യയുടെ നാഷണൽ കാരിയറായിട്ടുള്ള എയർ ഇന്ത്യയിൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് മുംബൈ വരേക്ക് ഒരു ചെറിയ യാത്ര പോവുകയാണ്. ഫ്ലൈറ്റ് വിസ്താരയുടെ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. അത് ഈ സീറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പുറത്ത് എയർ ഇന്ത്യ എന്നാണ് വച്ചേക്കുന്നത്. ഇപ്പോൾ വിസ്താര എയർ ഇന്ത്യയൊക്കെ ഒന്നാണല്ലോ. അങ്ങനെ കുറേ നേരം നമ്മൾ ഫുഡൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന് ലാസ്റ്റ് ഫ്രണ്ടിലുള്ള എയർ ഇന്ത്യയുടെ ബ്രോഷറും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. എയർബസ് A320 ആയിരുന്നു ഈ ഫ്ലൈറ്റ്. അങ്ങനെ ഫുഡ് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്വീറ്റ്, ബണ്ണ്, പിന്നെ മെയിൻ കോഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ പാക്ക് തൈര്, ഒരു ബോട്ടിൽ വെള്ളം, ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ മെയിൻ ബോക്സ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് റൈസ്, സൈഡിൽ ചിക്കൻ കറി, പിന്നെ പാലക്കിൻ്റെ ഒരു കറി, ഇത്രയാണ് ഉണ്ടായിരുന്നത്. ഇതേ ഒരു കോമ്പിനേഷൻ ഞാൻ കസാക്കിസ്ഥാനിലേക്ക് പോകുന്ന സമയത്ത് എയർ അസ്താനയുടെ ഫ്ലൈറ്റിലും എനിക്ക് ഇതേ സാധനം തന്നെയാണ് കിട്ടിയിരുന്നത് കേട്ടോ. എനിക്ക് അന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, എങ്കിലും ഞാൻ കഴിച്ചു. ഇന്നും കണ്ടപ്പം എനിക്ക് അത്ര ഒരു ക്യാച്ചി ആയിട്ട് തോന്നിയില്ല, എങ്കിലും ഇതും നമ്മൾ കഴിച്ചു. നമ്മൾ ഭക്ഷണം വേസ്റ്റാക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ചിക്കൻ കറിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തരക്കേടില്ല. സാധാരണ ഒരു വൗ ഫീലൊന്നും ഇല്ല. ഒരു സാധാരണ ഒരു ചിക്കൻ കറിയും കുറച്ച് റൈസും ഒക്കെ ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് ട്രൈ ചെയ്തത് സ്വീറ്റ് ഒരു ചോക്ലേറ്റ് ലാവ കേക്ക്, ചെറിയ ഒരു പാത്രത്തിൽ ഒരു ചോക്ലേറ്റ് ലാവ കേക്കാണ് കിട്ടിയത്. അതും എനിക്ക് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല. അതും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിച്ച് തീർത്തു. അതിനുശേഷം അമൂലിൻ്റെ ഒരു ചെറിയ പാക്ക് തൈരും ഉണ്ടായിരുന്നു. ആ തൈര് ഞാൻ കഴിച്ചു. ബണ്ണ് ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാൻ വേസ്റ്റൊന്നും ആക്കിയില്ല. അത് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ എടുത്തു. എപ്പോഴേലും പട്ടിണി കിടക്കുന്ന അവസ്ഥ വരുന്ന സമയത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു 4 മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷം നേരെ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഒരു ടെർമിനൽ 2 നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഒരു പുതിയ രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതേപറ്റി പിന്നീട്